ലോകമെമ്പാടും ഇന്ന് ടെലിവിഷനിലൂടെ ഞങ്ങളെ കാണുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കോലഞ്ചേരിയിൽ നിന്ന് വന്ദനം ചെയ്യുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന ആ വലിയ ദൈവത്തിൻ്റെ ദയക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കാണാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായിട്ട് നന്ദി. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു വേദഭാഗം നമ്മൾ ഈ എപ്പിസോഡ് കണ്ടിന്യൂവേഷൻ ഇല്ല, ഇത്ര മാത്രമായിട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ദയവായിട്ട് ശ്രദ്ധിക്കുക. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. ഇതിനോടനുബന്ധിതമായി മേളിലും താഴെയുള്ള ഭാഗങ്ങൾ ഇതിനു മുമ്പേ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് വിശദീകരണം അങ്ങയുടെ ആവശ്യം കൂടാതെ ഈ പ്രമേയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. മോശ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഇത് ചെയ്ത മനുഷ്യൻ ഇതിനാൽ ജീവിക്കും. ഒന്ന് നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ശ്രദ്ധിച്ചു നോക്കിയേ, അത് ചെയ്ത മനുഷ്യൻ. ഇംഗ്ലീഷ് വേർഷനിൽ ഞാൻ വേണമെങ്കിൽ ഇത് വായിക്കാം. The righteousness which is of the law, that the man which doeth, the man who did, man which doeth those things shall live by them. അവ ചെയ്യുന്ന മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയാൽ ജീവിക്കും. ഇത് യേശു പറഞ്ഞ ഉപദേശമല്ല, മോശ പറഞ്ഞ ആലോചനയാണ്. ന്യായപ്രമാണത്തിൻ്റെ ആലോചനയാണത്. ന്യായപ്രമാണത്തിൻ്റെ ആലോചന ഇങ്ങനെയായിരുന്നു: ചെയ്ത മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ചെയ്ത മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ. മോശ പറഞ്ഞ ഇതായിരുന്നു: ചെയ്ത മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്, എന്നോട് ചേർന്ന് പറഞ്ഞേ, ചെയ്ത മനുഷ്യൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ചെയ്ത മനുഷ്യൻ ആരാന്നാണ് ഞാനും അറിയണ്ടേ. നിങ്ങൾക്കും എനിക്കും ചെയ്ത മനുഷ്യനാകാൻ പറ്റിയില്ല. പറ്റാഞ്ഞതിൻ്റെ കാരണം നിങ്ങളുടെയും എൻ്റെയും ജഡത്തിൽ പാപമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കും എനിക്കും ചെയ്യുന്ന മനുഷ്യനാകാൻ കഴിഞ്ഞില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഒന്നുകൂടെ പറയാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം നിയമത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു: ജഡത്താലുള്ള ബലഹീന നിമിത്തം നമുക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ. അപ്പോൾ ആദ്യം ഞാൻ ഇതാ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ. അപ്പോൾ മോശയുടെ ന്യായപ്രമാണം പറഞ്ഞത് ഇങ്ങനെയാണ്: ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. മാൻ വിച്ച് ഡൂവത്ത്. അത് ഓൾഡ് കിങ് ജെയിംസ് വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഈ ഡൂവത്തും കമ്മത്തും ഒക്കെ വരുന്നത്, നിങ്ങളത് ക്ഷമിക്കുക. മാൻ വിച്ച് ഡൂവത്ത് ദോസ് തിങ്സ്. സർട്ടൻ കാര്യങ്ങൾ തിങ്സ് പറഞ്ഞിട്ട് പറയുക. മാൻ ഹു ഡൂവത്ത് സർട്ടൻ തിങ്സ്, ദോസ് തിങ്സ് shall live by them. ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ, ആ ദോസ് തിങ്സിനാൽ, സർട്ടൻ തിങ്സ് പറഞ്ഞിട്ട് പറയുക. ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ലോ, അതാണ് സർട്ടൻ തിങ്സ്. ദോസ് തിങ്സ്, അത് കാരണത്താൽ ജീവിക്കും. ഇതാണ് മോശയുടെ നിയമം പറഞ്ഞത്. എന്നാൽ യേശു അന്ന് ഇതല്ല പറഞ്ഞേ. യേശു പറഞ്ഞ എന്താന്ന് എന്നോട് ചേർന്ന് അറിയാമെങ്കിൽ പറഞ്ഞാട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഉറക്കെ പറഞ്ഞേ, എൻ്റെ നീതിമാൻ
വിശ്വാസത്താൽ ജീവിക്കും. നിയമം എന്താ പറഞ്ഞേ? ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാൽ ജീവിക്കും. യേശു എന്താ പറഞ്ഞേ? വിശ്വസിച്ചാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. രണ്ടെണ്ണം എന്നോട് ചേർന്ന് പറഞ്ഞേ. നിയമം പറഞ്ഞു ചെയ്യുന്നവൻ ജീവിക്കും, യേശു പറഞ്ഞു വിശ്വസിക്കുന്നവൻ ജീവിക്കും. ഒന്നുകൂടെ പറ. നിയമം പറഞ്ഞു ചെയ്യുന്നവൻ ജീവിക്കും, യേശു പറഞ്ഞു വിശ്വസിക്കുന്നവൻ ജീവിച്ചു. ഹല്ലേലൂയ. എന്താണ് ഈ വിശ്വസിക്കുമ്പോൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അത് താഴേക്ക് ഇവിടെ തന്നെ ഉണ്ട്, താഴേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ വാക്യത്തിൽ നിന്ന് തന്നെ ഞാനത് എടുക്കാം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അപ്പം ചെയ്യുന്നവൻ ജീവിക്കും എന്നുള്ളത് ന്യായപ്രമാണത്താലുള്ള നീതിയെ സംബന്ധിച്ചാണ്. ഒന്ന് ശ്രദ്ധിച്ച്. Righteousness which is under the law is like this: the man who did, he will live by those things. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് ചെയ്യുന്നവൻ ജീവിക്കും. പക്ഷെ യേശു എന്ന് പറഞ്ഞത് ന്യായപ്രമാണത്താലുള്ള നീതിയല്ല, വിശ്വസിക്കുന്നവൻ ലഭിക്കുന്ന നീതിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വസിക്കുന്നവൻ ലഭിക്കുന്ന നീതി എന്താണ്? അതാണ് ഈ വാക്യത്തിൽ വായിച്ചത്. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ? അടുത്ത വാക്ക് നോക്കിയേ, 6ാമത്തെ വാക്യം. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറും? ആർക്ക് ഈ വർക്ക് ചെയ്യാനൊക്കും? ക്രിസ്തുവിനെ ഇറക്കാൻ വേണ്ടി ആര് സ്വർഗത്തിൽ കയറും? ഓക്കെ, ഇനി അടുത്ത് നോക്കി. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങും? ക്രിസ്തുവിനെ ഇറക്കാൻ വേണ്ടി ആര് സ്വർഗത്തിൽ കയറും? ക്രിസ്തുവിനെ പൊക്കിയെടുക്കാൻ വേണ്ടി ആര് പാതാളത്തിൽ ഇറങ്ങും? ഇത് നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്താലേ യേശുവിലൂടെയുള്ള നീതി വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ. യേശുവിലൂടെയുള്ള നീതി വിശ്വസിക്കുന്നവർക്ക് ലഭിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങണം, പാതാളത്തിൽ നിന്ന് യേശു ഉയർക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിലൂടെയുള്ള നീതി വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങണം, പാതാളത്തിൽ നിന്ന് യേശു പോകണം. നീതിമാൻ അവിടുന്ന് വരണം, നീതിയിൽ തെളിയിക്കപ്പെട്ടവനായി ഇവിടുന്ന് ഉയർക്കണം. അതിക്രമം സംബന്ധിച്ച് മരണത്തിനൊരുവൻ വരണം, നീതീകരണത്തിനായി ഒരുവൻ ഉയർക്കണം. റോമർ 4:24 നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ പാപത്തിനായി മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതിക്കായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പം യേശുവിനെ ഇറക്കാനും യേശുവിനെ കയറ്റാനും എനിക്ക് നിങ്ങൾക്കും പറ്റത്തില്ല. ഹലോ, ഹല്ലേലൂയ. യേശുവിനെ നിങ്ങളാരും ഇറക്കിയതല്ല, യേശു ഇറങ്ങിയതാ. യേശുവിനെ നിങ്ങളാരും ഉയർപ്പിച്ചതല്ല, യേശു ഉയർത്തതാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും പ്രവൃത്തി അതിലില്ല. അതാ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ഇല്ല. ഏതിലൊക്കെ? യേശുവിൻ്റെ ഇറക്കത്തിലും യേശുവിൻ്റെ കയറ്റത്തിലും നിങ്ങളുടെയും എൻ്റെയും പ്രവൃത്തിയില്ല. നിങ്ങളും ഞാനും ഒന്നും ചെയ്തിട്ടല്ല യേശു താഴെ വന്നതും യേശു താഴെ നിന്ന് പൊങ്ങിയതും. എത്ര പേർക്ക് മനസ്സിലായി? കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശു താഴെ വരാനും താഴെ നിന്ന് ഉയരുവാനും കാര്യം നിങ്ങളുടെയും എൻ്റെയും പ്രവൃത്തിയല്ല. ഇനി അവിടെ വെച്ച് ഈ വാക്യത്തെ എടുക്കുക. ഹല്ലേലൂയ. എന്നാൽ വചനം എന്തു പറയുന്നു? അടുത്ത വാക്യം നോക്കിക്കേ. എന്നാൽ വചനം എന്ന് പറയുന്നു: വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം എന്താണ്? യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിങ്ങളെ നീതിമാന്മാരാക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വിശ്വാസത്തിൻ്റെ വചനം നിങ്ങൾ വിശ്വസിച്ചപ്പോൾ ചെയ്യുന്ന നിങ്ങളല്ല നീതിമാന്മാരായത്. ആ വിശ്വസിക്കുന്ന നിങ്ങൾ യേശു എന്ന നീതിമാനെ വിശ്വസിച്ചപ്പോഴേ നീതിമാന്മാരാക്കപ്പെട്ട് കഴിഞ്ഞു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് യേശുവിനെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആശയം മനസ്സിലായി? എത്ര പേരുടെ ഉള്ളിലേക്ക് ആശയം തെളിഞ്ഞു വീണു? എത്ര പേരുടെ ഉള്ളിൽ അത് കത്തുന്നുണ്ട്? ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് കയറട്ടെ. യേശുവിനെ ഇറക്കാനും എനിക്കൊക്കത്തില്ല, യേശുവിനെ കയറ്റാനും എനിക്കൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അസാധ്യതയുടെ നടുവിൽ പകച്ചു നിന്നപ്പം അവിടുന്ന് ഇറങ്ങി വന്നു, അവിടുന്ന് എന്നെ കൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ അവനിൽ നീതിമാനായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ചെയ്യുന്നവൻ ജീവിക്കുകയല്ല, ചെയ്തവനെ വിശ്വസിക്കുന്നവർ ജീവിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, ചെയ്യുന്നവൻ ജീവിക്കുകയല്ല, ചെയ്തവനെ
ചേർന്ന് പറഞ്ഞു, ചെയ്തവനെ. ആരാ ചെയ്തവൻ? ആരാ ചെയ്തവൻ? ആരാ ചെയ്തവൻ? ചെയ്തവനാരാ? അവിടുത്തെ പേര് പറഞ്ഞേ, അവിടുത്തെ പേര് പറഞ്ഞേ, അവിടുത്തെ പേര് പറഞ്ഞേ. ചെയ്തവനാരാ? ഉറക്കെ പറ. ചെയ്തവനാരാ? ചെയ്തവനാരാ? ഉറക്കെ പറ, ഉറക്കെ പറ. ചെയ്തവനാരാ? ചെയ്തവൻ യേശുവാണ്. ഉറക്കെ പറഞ്ഞേ, ചെയ്തവൻ യേശുവാണ്. ഉറക്കെ പറ, ചെയ്തവൻ യേശുവാണ്. ആ യേശു നിങ്ങളോട് പറയുന്നു, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഒരു പ്രവൃത്തിയും കൂടാതെ ഞാൻ നിങ്ങളെ നീതിമാന്മാരാക്കാമെന്ന് മാത്രമല്ല, നിങ്ങളിലൂടെ നീതി പ്രവൃത്തി ഞാൻ പുറത്തു കൊണ്ടുവരാം. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു ഇന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ചെയ്ത മനുഷ്യൻ യേശുവാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ യേശുവിന് ചെയ്യാൻ പറ്റി. നിങ്ങൾ മനുഷ്യനായിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടുന്ന് ദൈവം ആയിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റി. അടുത്തിരിക്കുന്ന ആളുടെ ഒരു വൈരാഗ്യം ഇല്ലല്ലോ, ആ കൈ അങ്ങ് പിടിച്ചോ. പോലീസൊന്നും പിടിക്കത്തില്ല, ധൈര്യമായിട്ട് പിടിച്ചങ്ങ് പറഞ്ഞു, ഹല്ലേലൂയ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം നിങ്ങൾ മനുഷ്യനാണ്, അവിടത്തേക്ക് ചെയ്യാൻ പറ്റി കാരണം അവിടുന്ന് ദൈവമാണ്. ഇന്ന് യേശു നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞാൻ ചെയ്തെന്നൊന്ന് വിശ്വസിക്കാമോ? ആ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾ നീതിമാന്മാരാകാൻ വേണ്ടി മരിച്ചു എന്ന്, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നിങ്ങളെ ആ വിശ്വാസത്താൽ നീതീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ വിശ്വാസത്താൽ നീതീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഓ, കരമടിച്ച് അതിനെ ഒന്ന് വിശ്വാസത്താൽ ഏറ്റെടുത്തേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനെ യേശു വന്നു ഞങ്ങൾക്ക് പകരം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എത്ര പേരങ്ങനെ പറയും? യേശുവേ, കരമുയർത്തി ഒന്ന് പറഞ്ഞേ, യേശുവേ, എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ. പറയുന്നുണ്ടെങ്കിൽ ആ രണ്ട് കരവും ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ. ആ രണ്ട് കരവൊന്ന് ഉയർത്താന്നിടത്തോളം ഉയർത്തിക്കേ, നല്ലതായിട്ടൊന്ന് ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ. കണ്ണ് തുറക്ക, കണ്ണ് തുറക്ക. കണ്ണടച്ചോണ്ടല്ല പറയണ്ടേ, കണ്ണ് തുറന്നുകൊണ്ട് പറ. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ യേശു വന്നു, അവിടുന്ന് ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, മകനെ, മകളെ, നിനക്ക് അസാധ്യമായുള്ളതിനെ ഞാൻ വന്ന് നിനക്ക് പകരം ചെയ്തുവെന്ന് നീ വിശ്വസിച്ചാൽ ഞാൻ ചെയ്തതുപോലെയാകും, ഞാൻ ചെയ്തതുപോലെയാകും. ആ വിശ്വാസത്താൽ നീ ജീവിക്കും. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ, എന്നോട് ചേർന്ന് പറഞ്ഞു, ആ വിശ്വാസത്താൽ ഞാൻ ജീവിക്കും. ഇന്ന് ഇങ്ങനെ പറ, യേശുവേ, എൻ്റെ രണ്ട് കരം ഉയർത്തി ഞാൻ തുറന്ന് സമ്മതിക്കുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല, പക്ഷെ എനിക്ക് പകരം യേശു വന്ന് ചെയ്തു കഴിഞ്ഞ് അങ്ങ് എൻ്റെ ഉള്ളിൽ വാഴുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ ഇപ്പോൾ തന്നെ വിശ്വാസത്താലുള്ള ജീവിതം ഞാൻ ആരംഭിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് എനിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ, കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും സാത്താൻ എന്തിനാ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ ദൈവത്തെ ആശ്രയിക്കരുത്, നീ ജഡത്തെ ആശ്രയിക്കുക, നിന്റെ കഴിവിനെ, നിനക്ക് ചെയ്യാൻ കഴിയുന്നതിനെയൊക്കെ ആശ്രയിക്കുക. കാരണം പിശാചിനറിയാം ഈ ജഡത്തിൻ്റെ സ്വഭാവം വീഴ്ചയുടെ സ്വഭാവമാണ്. ആദാമ്യ പാപത്താൽ, ഫോളൻ നേച്ചറിൽ, വീഴ്ചയുടെ പ്രകൃതിയിലായിരിക്കുന്ന ശരീരപ്രകൃതിയാണ് ഇവനുള്ളത്. അങ്ങനെയാണ് ബൈ നേച്ചറിൽ ഈ മകനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മകൻ എന്തോ ചെയ്താലും, ഹല്ലേലൂയ, അത് വീഴ്ചയുടെ ചെയ്ത്തേ ആകത്തുള്ളൂ, വീഴ്ചയുടെ ചെയ്യലേ ആകത്തുള്ളൂ. കാരണം ഇവൻ്റെ വല്യപ്പൂപ്പനായ ആദത്തെ ഞാൻ വീഴിച്ചതാ. ഹല്ലേലൂയ. ആദത്തെ ഞാൻ വീഴിച്ചത് പ്രവൃത്തിയിലൂടെയാണ്. ആദം വിശ്വസിച്ച് തുടർന്നിരുന്നെങ്കിൽ എനിക്ക് വീഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആദത്തിൻ്റെ അടുക്ക ഞാൻ പഴവും കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് ചെയ്യുക, ഇത് തിന്ന്, ഇത് തിന്ന് ആകെ. ദൈവം ആദത്തോട് പറഞ്ഞു, നീ ആണടാ. പക്ഷെ പിശാച് വന്ന് പറഞ്ഞു, ഇല്ല, നീ ആകണം.
ആകണം. അന്നും ഇന്നും എന്നും ഇങ്ങനെയാണ് കേട്ടോ. ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നീതിമാന്മാരാണ്. പക്ഷെ സാത്താൻ വന്ന് ചെവി പറയും, ആയിട്ടില്ല, നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. നീ അത് ഇത് ചെയ്യുമ്പോൾ ഒരു മസാലയൊക്കെ അതിൻ്റെ അകത്തുണ്ട്, ചെയ്യുമ്പോൾ ഒരു സുഖമൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്ത്തിൻ്റെ പുറകെ പോകും. പിശാച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. വെരി ഗുഡ്. കാരണം നീ ചെയ്യും തോറും നീ ജഡത്തെ ആശ്രയിക്കും, വിശ്വസിക്കും തോറും ദൈവത്തെ ആശ്രയിക്കും. ചെയ്യും തോറും ജഡത്തെ ആശ്രയിക്കും, വിശ്വസിക്കും തോറും ദൈവത്തെ ആശ്രയിക്കും. ഒന്ന് പറഞ്ഞേ, ചെയ്യും തോറും ജഡത്തെ ആശ്രയിക്കും, വിശ്വസിക്കും തോറും ദൈവത്തെ ആശ്രയിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ആദമേ നിന്റെ ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കുന്നു, നീ ഇതാണ്, നീ എൻ്റെ സാദൃശ്യത്തിലും നീ എൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാ. ഇനി ദൈവത്തെ പോലെ ആകേണ്ട ഗതികേട് നിനക്കില്ല, നീ ആണ്. അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. പിശാച് വന്ന് പറയുന്നു, നോ, അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. ഈ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെ ആകണം എന്ന ചിന്ത ദൈവത്തിൽ നിന്നുള്ളതല്ല, ആണ് എന്ന ഉറപ്പാണ് ദൈവത്തിൽ നിന്നുള്ളത്. ഹല്ലേലൂയ. ആകണം എന്ന ഞാൻ സൗഖ്യമാകുമായിരിക്കും. നോ, ഇറ്റ്സ് നോട്ട് ഫ്രം ഗാഡ്. ഞാൻ സൗഖ്യമായിരിക്കുന്നു. പറഞ്ഞു, ഞാൻ സൗഖ്യമായിരിക്കുന്നു. എനിക്ക് വിടുതൽ കിട്ടുമായിരിക്കും. നോ, എനിക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈവൻ ദോ ഞാനത് കാണുന്നില്ലെങ്കിൽ കൂടെ എനിക്ക് ഉറപ്പാ, എനിക്കത് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം വിശ്വാസം എന്ന് പറയുന്നത് കാണുന്ന കാര്യത്തിൻ്റെ ഉറപ്പീരല്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ആഗ്രഹിക്കുന്നതിൻ്റെ ഉറപ്പ്. നിങ്ങൾ സംഭവിച്ച് കാണണമെന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം. കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. സംഭവിച്ച് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം. എൻ്റെ ദൈവം മക്കളെ, ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്നു, ചെയ്ത മനുഷ്യൻ ഇവിടെ വന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് നല്ല ശതമാനം ആൾക്കാർക്ക് അറിയത്തില്ല കേട്ടോ. ഇന്ന് സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ക്രിസ്തീയ ജീവിതം ഒന്നും ചെയ്യേണ്ടാത്ത ജീവിതമല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല. നിങ്ങൾ ചെയ്യുന്ന ജീവിതമല്ല, നിങ്ങളിൽ വന്ന യേശു നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. ബ്രദറെ, നീതിപ്രവൃത്തി വേണ്ടേ? നീതിപ്രവൃത്തി നീതീകരണം സംഭവിച്ചവൻ്റെ ഫലമാണ്. ഹല്ലേലൂയ. നീതിപ്രവൃത്തിയിലൂടെ ഞാൻ നീതിമാനാവുകയല്ല, യേശു എന്നെ നീതീകരിച്ചത് കൊണ്ട് എന്നിലൂടെ നീതിപ്രവൃത്തി ഉണ്ടാവുക. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ പദം? എത്ര പേർക്ക് മനസ്സിലായി? നീതിപ്രവൃത്തിയിലൂടെ ഞാൻ നീതിമാനാവുകയല്ല, നീതിപ്രവൃത്തിക്ക് വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതാ എഫേസ്യർ 2:10 പറയുന്നത്, യു ആർ ക്രിയേറ്റഡ് ഫോർ ദി ഗുഡ് വർക്ക്സ്. യു ആർ ക്രിയേറ്റഡ് ത്രൂ ദ ഗുഡ് വർക്ക്സ് എന്നല്ല പറഞ്ഞേ, നിങ്ങൾ സൽപ്രവൃത്തിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞേ. ആ പദം നിങ്ങളൊന്ന് കേട്ടെ. യു ആർ ക്രിയേറ്റഡ് ഫോർ ദി ഗുഡ് വർക്ക്. നിങ്ങൾ സൽപ്രവൃത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കാരണം യു ആർ ക്രിയേറ്റഡ് ഇൻ ദാറ്റ് വേ. നിങ്ങൾ ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളതാ സംഭവിച്ചിരിക്കുന്നത്. ചെയ്തവൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിരുന്ന് ചെയ്യുക. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ചെയ്യുകയായിരുന്നു, ഇപ്പം നിങ്ങൾ വിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞവൻ സകലവും ക്രൂശിൽ ഒന്ന് വിശ്വാസത്താൽ പറഞ്ഞ്, കുരിശിൻ്റെ മേൽ സകലവും ചെയ്തു കഴിഞ്ഞ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിച്ച യേശു നിങ്ങളിൽ വന്നിരുന്ന് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുന്നതേ ഉള്ളൂ. സത്യത്തിൽ അത് നിങ്ങളിൽ നിന്ന് വരുന്നതല്ല, നിങ്ങളിലൂടെ വരുന്നതാ. എത്ര പേർക്ക് മനസ്സിലായി? അപ്പം അത് നിങ്ങളിലൂടെ വരുന്നതാ. ഈ മൈക്രോഫോൺ തന്നെ ഇരുന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്നില്ലല്ലോ. ഇതിൻ്റെ പുറകിൽ ഒരാളിൽ നിന്ന് സംസാരിക്കുമ്പോഴല്ലേ ഇത് ശബ്ദം പുറത്തേക്ക് വിടുന്നത്. ഇതുപോലെ ഹല്ലേലൂയ, നിങ്ങളിൽ ഒരുവൻ കയറി ഇറങ്ങുകയാണ്. അപ്പോഴാണ് നിങ്ങൾ നീതിപ്രവൃത്തി തുടങ്ങിയേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? യേശു വരും മുമ്പേ ഇതില്ലായിരുന്നു, യേശു വന്നപ്പോഴാണ് ഇത് തുടങ്ങിയെങ്കിൽ ഇത് ഞാൻ തുടങ്ങിയതല്ല, എന്നിൽ യേശു തുടങ്ങിയതാ. ചെയ്ത മനുഷ്യൻ, ഒന്ന് പറഞ്ഞ്, ചെയ്ത മനുഷ്യൻ അത് യേശുവാ. ഉറക്കെ പറഞ്ഞ്, ചെയ്ത മനുഷ്യൻ യേശുവാ. ആ ചെയ്ത മനുഷ്യൻ എൻ്റെ ഉള്ളിലിരുന്ന് ഇന്ന് ചെയ്ത് കഴിഞ്ഞതിനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്തെല്ലാം നിയമം ചെയ്യാൻ പറഞ്ഞോ അത് മുഴുവൻ യേശു ചെയ്തു. നിയമം പറഞ്ഞു രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. യേശു രക്തം ചിന്തി. മരത്തിന്മേൽ തൂങ്ങാതെ ശാപം മാറത്തില്ല. യേശു മരത്തിന്മേൽ തൂങ്ങി. ഒന്ന് കുറയാൻ 40 അടി അഥവാ 39 അടികൾ ഏൽക്കണം എന്നുള്ളത് വ്യവസ്ഥയാണ്.
39 അടികൾ അവിടെ നേറ്റു. വിലാപ്പുറം കുത്തി തുളയ്ക്കണം എന്നുള്ളത് വ്യവസ്ഥയാണ്. വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടു. കള്ളന്മാരുടെ നടുവിൽ അവനായിരിക്കണമെന്നുള്ളത് വ്യവസ്ഥയാണ്. കള്ളന്മാരുടെ നടുവിൽ അവിടുന്ന് ആയി. എല്ലാം ക്രൂശിൽ അവിടുന്ന് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ക്രൂശിലെ ഒടുവിലത്തെ മൊഴിയിൽ യേശു പറഞ്ഞത് സകലവും നിവൃത്തിയായി. കരമടിച്ച പദത്തെ ഒന്ന് സ്വീകരിച്ചേ. സകലവും നിവൃത്തിയായി. It is accomplished. It is finished. Tetelestai. സകലവും നിവൃത്തിയായി. യേശുവേ നന്ദി എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ തുടങ്ങിക്കത്. എൻ്റെ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ തിരിച്ചറിവ് വരണം. എനിക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് നിയമം എൻ്റെ മുമ്പിൽ വെച്ചോ, അത് മുഴുവൻ യേശു അന്ന് ചെയ്തു. ചെയ്തിട്ട് ഒടുവിൽ അവിടുന്ന് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല, സകലവും നിവൃത്തിയായി. എല്ലാം ചെയ്തു കഴിഞ്ഞു. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞു യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ക്രൂശിൽ സകലവും ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞ് യേശു നിങ്ങളുടെ സമീപത്ത് വന്ന് നിങ്ങളോട് പറയുക, ഒന്ന് വിശ്വസിക്കാവോ, ഒന്ന് വിശ്വസിക്കാവോ, ഒന്ന് വിശ്വസിക്കാവോ. ഈസ് റിക്വസ്റ്റിംഗ് യു, ഒന്ന് വിശ്വസിക്കാമോ പ്ലീസ്, ഒന്ന് വിശ്വസിക്കാമോ, ഞാനെല്ലാം നിനക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു, ഒന്ന് വിശ്വസിക്കാമോ, ഒന്ന് വിശ്വസിക്കാമോ, ഒന്ന് വിശ്വസിക്കാം. അന്നേരം മനുഷ്യൻ എന്താ പറയുന്നത് അറിയോ? അങ്ങനെ വിശ്വസിച്ചാ അതെങ്ങനെയാണ് ശരിയാവുന്നേ? ഞാൻ മീശ പഠിച്ച് കിട്ടുന്നതല്ലേ എൻ്റെ രക്ഷ. അപ്പോൾ കമ്മലും മാല ഊരുണ്ടായോ? അപ്പോൾ വെള്ളസാരി ഉടുക്കണ്ടായോ? ഇതൊക്കെയാ വിഷയങ്ങൾ. മാല ഊരിയ രക്ഷ കിട്ടുമെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാലയോ എന്നെ വേണേ പോയി ഊരിക്കുക. ഇത് മാല ഊരിയ കിട്ടുന്നതായിരുന്നു, എല്ലാവരും കൂടെ മാല ഊരിച്ചാൽ പോരായിരുന്നോ? ഇത് പ്രത്യേക രീതി വസ്ത്രം ഇട്ടാൽ കിട്ടുന്നതായിരുന്നെങ്കിൽ എല്ലാവർക്കും 10 മീറ്റർ വെള്ളത്തുണി മേടിച്ചു കൊടുത്താൽ പോരായിരുന്നോ? ഇത് മീശ പഠിച്ചാൽ കിട്ടുന്നതായിരുന്നു, എന്തിനാ സഭ സ്ഥാപിച്ച ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ പോരായിരുന്നോ? അതുകൊണ്ടൊന്നും കിട്ടുന്നതല്ലിത്, അങ്ങനെ ആർക്കും നേടാൻ കഴിയുന്നതല്ലിത്. ഇത് സൗജന്യമാണ് പ്രിയമുള്ളവരെ. ഇത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രിയമുള്ളവരെ. ഇത് നിങ്ങൾക്ക് ലഭിച്ചതാ പ്രിയമുള്ളവരെ. യേശുവിനെ സ്വീകരിച്ചപ്പോ ചെയ്ത മനുഷ്യൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യാൻ കയറുക. തയ്യാറായിക്കോ, തയ്യാറായിക്കോ, തയ്യാറായിക്കോ. കുടുംബങ്ങളെ നോക്കി എന്ന് ഞാൻ പറയാം. അവിടുന്ന് ചെയ്ത് കഴിഞ്ഞവനാ, ആ ചെയ്ത് കഴിഞ്ഞവനാ നിങ്ങളുടെ ഉള്ളിൽ കയറിയേക്കുന്നേ. ഉറപ്പായിട്ടും ഞാൻ പറയാം, ഒരൽപ്പം പോലും സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല. ചെയ്ത് കഴിഞ്ഞവൻ നിങ്ങളിൽ ഇരുന്ന് തൻ്റെ പ്രവൃത്തിയെ തികച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞവൻ നിങ്ങളിൽ ഇരുന്ന് തൻ്റെ പ്രവൃത്തിയെ തികച്ചുകൊണ്ടിരിക്കുക. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഒരു വിഷയം മുമ്പിൽ വരുമ്പോൾ നേരത്തെ ഇപ്പോഴേ ഉള്ള കാര്യം പറയാവേ. നേരത്തെ ഒരു വിഷയം മുമ്പിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? നിങ്ങളും ഞാനും അങ്ങ് വല്ലാതെ ഡിപ്രസ്ഡ് ആകും ആ വിഷയത്തിന് മുമ്പിൽ. നിങ്ങളും ഞാനും ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം എങ്ങനെയാണെന്നറിയോ? വിഷയം വരുമ്പോഴത്തേക്കും പറയും വിഷയം എനിക്കല്ല, കാരണം ഞാനില്ലല്ലോ, എന്നിൽ യേശു ആണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്കും വല്ല വിഷയമുണ്ട്, നീ പരിഹരിച്ചാൽ മതി. ഞാൻ വിശ്രമിക്കും, യേശു എന്നിൽ എഴുന്നേക്കും. ഞാൻ ഇരിക്കും, യേശു എന്നിൽ എഴുന്നേക്കും. ഓ, കരമടിച്ച് ഞാൻ ഇരിക്കും, യേശു എന്നിൽ എഴുന്നേക്കും. നിങ്ങൾ വിശ്രമിക്കും, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇത് സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. കരമടിച്ച് യേശു എന്ന് വിളിച്ചു. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൽ അവിടുന്ന് എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പിനാൽ നിന്റെ മക്കൾ നിറയട്ടെ. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തിരിച്ചറിവ്, ഞാനിനി എൻ്റെ വിഷയത്തിനകത്ത് വിശ്രമിക്കാൻ പോവുകയാണ്, കാരണം യേശു എൻ്റെ വിഷയത്തിനകത്ത് എഴുന്നേറ്റിരിക്കുന്നു എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്റെ മക്കളെ നടത്തുന്നതിനായിട്ട് നന്ദി. നന്മയ്ക്കായിട്ട് തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആണ്ടേ 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 കഴിഞ്ഞു പോന്നു. ഈ വീട്ടിൽ ചെയ്യുന്നവൻ കയറി കഴിഞ്ഞു. ആ പുതിയ ജീവനെ കൊണ്ട് ഇവരുടെ വീട് അങ്ങോട്ട് കർത്താവ് നിറയ്ക്കുക. മദ്യം മുടിച്ചിട്ട വീടുകൾ രക്ഷപ്പെടുക. മദ്യം തകർത്തിട്ട വീടുകൾ രക്ഷപ്പെടുകയാണ് യേശുവിന്റെ നാമത്തില്. ഓ, ഈ കുടുംബം രക്ഷപ്പെടുക.
സഹോദരി, ഇവരുടെ വീട്ടിലേക്ക് ഇന്ന് ഭയങ്കരമായിട്ട് കർത്താവിൻ്റെ രക്ഷ കയറുക. അയ്യോ, ഒന്ന് എഴുന്നേപ്പിച്ചേ. ചേച്ചി, നിങ്ങൾ കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, എന്നിട്ട് യേശു എന്നോട് പറയുന്നു, പൗലോസിൻ്റെ ഇംഗ്ലീഷ് പോൾ എന്നൊരു പേരെന്നെ കാണിച്ചിട്ട് കർത്താവ് പറയുന്നു, ഞാൻ ആ മകൻ്റെ കെട്ടുകളെ അഴിക്കുകയാണ്. പോൾ. ചോദിക്കട്ടെ ഹു ഈസ് പോൾ? ഹസ്ബൻഡ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം അവിടെ വന്നായിരുന്നു. പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ്. എവിടെ വന്നായിരുന്നു? പാലാരിവട്ടത്ത് വന്നായിരുന്നു മീറ്റിങ്ങിന്. കണ്ടില്ലായിരുന്നു ബ്രദർ. ഞാനില്ലായിരുന്നു അന്ന്. അമേരിക്കയിൽ നമ്മുടെ മീറ്റിങ്ങിന്. അമേരിക്കയിലെ മീറ്റിംഗ് നടന്ന ആ സമയത്തായിരിക്കും വന്നല്ലേ. എൻ്റെ മകളെ, പുതിയ ജീവൻ നിനക്ക് യേശു തന്നിരിക്കുന്നു. ചെയ്തവൻ നിന്റെ വീട്ടിൽ കയറിയിരിക്കുന്നു. പോളിനെ യേശു തൊട്ടിരിക്കുന്നു. പൗലോസിന് പുതിയ ജീവിതം യേശു. കരമടിച്ചോ യേശുവിനാണ്. എന്താ പേര്? മിനി. ഞാൻ പറയുന്ന കേക്ക്. ഇങ്ങോട്ട് നോക്കാം, എൻ്റെ മുഖത്ത് നോക്കാം. മിനി, ഞാൻ പറയുന്നത് കേട്ടെ, കണ്ണ് തുറന്ന് കാണുക. മിനിയുടെ കഴുത്തിൻ്റെ ഈ സ്പോട്ടിൽ, ഞാൻ ഈ കൈവച്ചിരിക്കുന്ന സ്ഥലത്ത് അതികഠിനമായ പ്രയാസവുമായിട്ട് കഴുത്ത് തിരിക്കാൻ കഴിയാതെ, മേളിലുള്ളതും താഴെയുള്ളതും നോക്കാൻ കഴിയാതെ, ഒരു വശം മുഴുവൻ ബലഹീനമായിട്ട് തകർന്നു പോകുന്നവളായിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് യേശു എനിക്ക് വെളിപ്പെടുത്തുന്നു. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? അതെ. മിനി തയ്യാറായിക്കോ. നിങ്ങളെല്ലാരും കണ്ടോണം, മിനിയുടെ ശരീരത്തിൽ നിന്ന് ഇപ്പൊ ആ രോഗബാധ അഴിഞ്ഞു വീണു പോവേ. ഇറങ്ങ പിടിച്ചോണം. ഇറങ്ങ അഴിഞ്ഞു വീണു പോ. ഇറങ്ങിക്കോ. ഈ ശരീരത്തിൽ ഇനി നിനക്ക് അധികാരമില്ല. ഇറങ്ങിക്കോ. എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്തു. ഇപ്പൊ തന്നെ ആ രോഗാത്മാവ് ഇറങ്ങിപ്പോവാ. സ്തുതികൾക്ക് യോഗ്യന ആരാധന കൊടുത്തു. യേശുവിന്റെ നാമത്തില് ഇതാ ഇറങ്ങുന്നു. അത് വിട്ടുപോ. ആ ശരീരത്തിൽ നിന്ന് അത് ഇറങ്ങിപ്പോവുകയാണ്. അത് വീണ് അഴിഞ്ഞു പോയി കഴിഞ്ഞു. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുത്തു. മിനി, അതവിടെ ഉണ്ടോന്ന് നോക്കും മകളെ. ഇല്ല. സ്തോത്രം. ശരിക്കും നോക്കിക്കേ. ഇല്ല. എത്ര വർഷമായിട്ട്? 20 വർഷമായി. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തു. എങ്ങനെയായിരുന്നു അതിവിടെ? ഈ ഒരു ഞാൻ ഈ കൈ തൊടുന്ന ഈ ഒരു സ്പോട്ടാ കർത്താവ് എന്നെ കാണിച്ചത്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ ഞാൻ തൊടുന്നേ. ഈ സ്ഥലത്ത്, ഈ പ്രദേശത്തെങ്ങും കൈ കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല അല്ലേ? അതെ. ഇപ്പൊ അവിടെ അടിച്ചേ. ഒരു പ്രയാസവും ഇല്ല. കരമടിച്ചോ യേശു. 20 വർഷം മകളെ കരയാതെ യേശുവാ വിടുവിച്ചേ. നമ്മൾ ആരും അല്ല വിടുവിച്ചേ. ആരാ വിടുവിച്ചേ? കരമടിച്ച യേശു. എന്താ മകളെ നിന്റെ പേര്? ലിനറ്റ്. അവിടെ നിന്നപ്പോ യേശു എന്നോട് പറഞ്ഞു, ലിനറ്റ് വിശ്വസിച്ചാൽ ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഇവളുടെ തൊണ്ടയിൽ നിന്നൊരു വലിയ കട്ടി ഞാൻ എടുത്തു കളയും.
എന്നെ കർത്താവ് കാണിച്ചത് ആപ്പിളില്ലേ, ഒരാപ്പിളിൻ്റെ വലിപ്പമുള്ള ഒരു ഗ്രോത്തിനെ ഞാൻ ഇവിടുന്ന് എടുത്തു കളയുമെന്ന് യേശു പറഞ്ഞു. ലിനറ്റിന് അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടോ? ഉണ്ട്. എന്നെ തൊട്ട് കാണിച്ച്. ഓ മൈ ഗാഡ്. കണ്ണ് തുറന്ന് കണ്ടോണേ, യേശു ചെയ്യുന്ന ഇത് നമുക്ക് ആർക്കും ഇത് ചെയ്യാൻ ഒക്കത്തില്ല. ഈ മകളുടെ മേലെ യേശുവിന്റെ ശക്തി ഇപ്പോൾ വന്ന് അടിക്കും. ഇവൾ ഈ നിലത്തുനിന്ന് എഴുന്നേൽക്കുമ്പം നിങ്ങൾ ഇപ്പൊ കാണുന്ന ആ മുഴ അവിടെ കാണുകയില്ല. കാരണം അത് യേശുവാ ചെയ്യുന്നേ. കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ച്. ഓ, ലിനറ്റിന്റെ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഞാൻ കൽപ്പിക്കുന്നു, ആ മുഴ ഇപ്പോൾ അപ്രത്യക്ഷമാവട്ടെ, അഴിഞ്ഞു പോകട്ടെ. അത് യേശുവിന്റെ നാമത്തില്. ആ ദേവോണു ഇറങ്ങിപ്പോ. അത് അപ്രത്യക്ഷമായി കഴിഞ്ഞതിനായിട്ട് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ലിനറ്റ് എഴുന്നേറ്റു. മകളെ, യേശുവേ നിന്ന് വിളിച്ച്. ആരാ ഇത് എടുത്തു മാറ്റിയേ? ആരാ ഇത് ചെയ്ത്? കരമടിച്ചോന്ന് യേശുനാഥന്. ഞാനീ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? വലത്തെ ഈ സ്പോട്ടില്, ആ സ്പോട്ടിൽ ഒന്ന് കൈവച്ച്. യെസ്, ചെവിയിലല്ല, ചെവിയുടെ താഴെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഞരമ്പുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പിനാ പ്രശ്നം. വർഷങ്ങളായി ഇത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നത് ഞാൻ പറയാം, കറക്റ്റ് പറയാം. വ്യക്തമായിട്ട് കർത്താവ് അതെനിക്ക് അതിൻ്റെ ആ റൂട്ട് പോലും വ്യക്തമാക്കണം. കൃത്യം ഇത് ആരംഭിച്ചിട്ട് 9 വർഷവും 1 മാസമായി. 9 ഇയറും ഞാൻ പറയാം 9 വർഷവും 1 മാസമായി. അതായത് ഇത് ആരംഭിക്കുന്നത് ഒരു നവംബർ മാസം 22-ാം തീയതിയാണ്. 9 വർഷവും 1 മാസമായി. കറക്റ്റ് 9 വർഷമായില്ലേ? 9 വർഷവും 1 മാസം. അപ്പോൾ നമുക്ക് ഈ സഹോദരിയോടൊന്ന് ചോദിക്കാം, ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആക്സിഡൻ്റലി ജയ്ഹിന്ദ് TV വെച്ചതാണ്. ഇപ്പോൾ ഒരു 2 ആഴ്ച ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ നവംബർ 24 അവൻ കാത്തിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെ ബ്രദർ വിളിക്കുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു ആ 2 ആഴ്ച മുമ്പേ. ഇത് ദൈവം കാണിച്ചു തരും. ഈ വിഷയം ആരോടെങ്കിലും പ്രയർ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നത്. ജീസസ്. സഹോദരങ്ങളെ, ഇങ്ങനെ കർത്താവ് എന്തിനാ ഇത് വെളിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഉള്ളിലേക്ക് ആ കറേജ് കർത്താവ് കൊടുക്കുകയാണ്. ഞാനെന്ന് അവളെ തൊടുകയാണെന്ന് ഉറപ്പിക്കുകയാണ്. അതിന് ഞാനിന്ന് ഈ മകളെ തൊടുകയാണെന്ന് കർത്താവ് അങ്ങ് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിന്ന് സൗഖ്യമാക്കുകയാണ് നിന്നെ എന്ന് കർത്താവ് അങ്ങ് ഉറപ്പിക്കുക. അതിനുവേണ്ടി ഈ ആഴ്ചയും ദിവസവും മാസവും ഒക്കെ കർത്താവ് പറയുന്നത്. അല്ലാതെ ഇതൊന്നും പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. പക്ഷെ ഇത് വ്യക്തമായിട്ട് കർത്താവ് എന്നെ ആ ഞരമ്പ് ഞാൻ കാണുന്നു. ഈ ചെവിയുടെ താഴെ, ചെവിയുടെ പുറകിൽ നിന്ന് താഴത്തേക്ക് പോവുക ആ ഞരമ്പ്. കയ്യിലേക്കല്ല പോകുന്നത്, നട്ടിലെ ഈ റൂട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രയാസം വരുമ്പോഴത്തേക്കും ഈ ഒരു വശം മുഴുവൻ ബലഹീനമാകും. Get ready. Get yourself ready. The power of God is touching you. The power of God is touching you. ഹീലിംഗ് പവർ ആ മകളുടെ മേൽ അടിച്ചു കഴിഞ്ഞു. ഇവളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ പോലും ഈ അസ്വസ്ഥതയാൽ ഈ മകൾ വലയത്തില്ല. എന്റെ കൂടെ അത് ഉറപ്പുള്ള ഒരു കരമടിച്ചു യേശുനാഥന് മഹത്വം കൊടുത്തു തുടങ്ങിക്കോ. എന്റെ പേര് ബോണിയ. ഓ, ഇതെന്തോ പേരാ?
ഞാൻ വല്ല മേരി എന്ന് വിളിക്കാട്ടോ. മേരി, മേരി, യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. നിന്റെ ആയുസ്സിൽ ഒരിക്കൽ കൂടെ പോലും ഈ അസ്വസ്ഥത കൊണ്ട് നീ ഇരിക്കുകയില്ല. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് വരുമ്പോഴത്തേക്കും ഒരു വശം അങ്ങ് തളർന്നു പോയിട്ട് അങ്ങ് കുഴഞ്ഞു പോകുന്ന പോലെ അസ്വസ്ഥതയായിരുന്നു അല്ലേ? ജീസസ്, അതിൻ്റെ ആ സിംറ്റം പോലും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല ഇത് വരുന്ന സമയത്ത്, ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല ഇത് വരുന്ന സമയത്ത്. 1-2 പ്രാവശ്യം വോമിറ്റിംഗ് ടെൻഡൻസി, ഛർദ്ദിക്കുന്ന ടെൻഡൻസി വോമിറ്റിംഗ് ടെൻഡൻസി ആണ് ഇത് കൂടുമ്പോൾ വരുന്നത്. അത് ഇതിങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് വോമിറ്റിംഗ് ടെൻഡൻസി വരും. എന്തിനാണെന്നറിയാം കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്? ഞാൻ ഇന്ന് ഇവിടെ തൊടുകയാണെന്ന് പറയാനാ. കരമടിച്ച് യേശുനാഥന് സന്തോഷത്തോടെ പോ മേരി, വീട്ടിൽ പോ. യേശു നിന്നെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച അമ്മമാർ ഇപ്പൊ പ്രാർത്ഥിച്ചു. വീടുകളിൽ നിന്ന് മദ്യത്തിന്റെ ആസക്തികളെ ഇറങ്ങിപ്പോട്ടെ, 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 ഇറങ്ങിപ്പോട്ടെ. ആ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. ഓ പ്രൈസ് ഗാഡ്. ഇതൊന്ന് കേൾക്കണേ നിങ്ങൾ ഈ സാക്ഷ്യം. വാ 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 വാ. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്ത് ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? വന്നില്ലേ അയാൾ? നിന്നാട്ടെ. എറണാകുളത്ത് നടന്ന് ആ മീറ്റിംഗ് ഓർക്കുന്ന എത്ര പേരുണ്ട്? സാലിമ ഓർക്കുന്നുണ്ടല്ലേ? ഈ കുഞ്ഞിനെ കൊണ്ട് വന്ന് ഓർക്കുന്നുണ്ടോ? എത്ര പേരുണ്ട്? ഓർക്കുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഓർക്കുന്നവർ, ഈ കുടുംബം എറണാകുളത്ത് വന്നത് ഓർക്കുന്നവരൊന്ന് കരമുയർത്തിക്കേ. പാലാരിവട്ടത്ത് ഓർക്കുന്നുണ്ടോ അച്ഛാ? ഈ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണേ. നമ്മുടെ യേശു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പിന്നെ വന്നിരിക്കുകയാണ്. ഈ മകളും ഈ മകനും കൂടെ പാലാരിവട്ടത്ത് ബർക്കിസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച തോറും അന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയില്ല. ശനിയാഴ്ച തോറും നടന്ന മീറ്റിങ്ങിൽ ആരാ ഓർക്കുന്ന ഈ മകൾ വന്ന ആ സന്ദർഭം? അച്ഛൻ ഓർക്കുന്നുണ്ടോ? അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അന്ന് ഈ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സഹോദരി കരഞ്ഞ ഒരു കരച്ചിൽ ആ വീഡിയോയ്ക്കകത്തുണ്ടല്ലേ? അത് പാലാരിവട്ടം വീഡിയോയ്ക്കകത്തുണ്ടല്ലേ? അത് ഓർക്കുന്നുണ്ടല്ലേ? അത് ഓർക്കുന്നുണ്ട്. ഓ, എന്നായിരുന്നു വിഷയം എന്നറിയോ? ഈ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ബ്ലോക്കായിരുന്നു. നിങ്ങൾ കേൾക്കണം അത്. ഈ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ബ്ലോക്കായിരുന്നു. ഈ പാവങ്ങൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നങ്ങളാണ്. അന്ന് അവിടെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആ കരച്ചിൽ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞ വാദം ഇതാണ്: ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയാൽ പോലും ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുവാൻ പൈസയില്ല. ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞ് മരണപ്പെടുമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കും. ഞങ്ങളാകെ ഭയത്തിൻ്റെ നിഴലിലാണ്. അന്ന് പ്രാർത്ഥിച്ചു. അന്ന് വേറൊരു ചീട്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നേ. ഇന്നിതാ ഒരു പുതിയ ചീട്ടുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇതെന്നെടുത്തതമ്മ? ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച 20/1/2015 എടുത്തതാണ്. കുമാരി ജെനിഫർ ജെറിൻ. ഇത്രയും വലിയ പേരിൻ്റെ ഉടമയാണോ ഇവള്? കുമാരി ജെനിഫർ ജെറിൻ. ഇത്രയും വലിയ ജെനിഫർ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് കണ്ടേ. ഞാനിപ്പോൾ അവരുടെ അടുക്കൽ ചെന്നപ്പോഴാണ് ആ സാക്ഷ്യം കേട്ടത്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ, ആദ്യത്തെ ഓപ്പൺ സർജറി പറഞ്ഞ ഡോക്ടറാണ് രണ്ടാമത്തെ ചീട്ട് കൊടുത്തു വിട്ടിരിക്കുന്നത്. എന്നാ സംഭവിച്ചതെന്ന് അറിയത്തില്ല. നിങ്ങളുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ല. കരമടിച്ച് ഓ ജീസസ്, ഈ യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. ആ ഡോക്ടറുടെ അവസാനത്തെ വാക്ക് ആ സഹോദരി അവിടെ നിന്ന് എന്നോട് പറഞ്ഞത്, 2 വർഷം കഴിഞ്ഞല്ലേ? ഇനി 2 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ വഴിക്ക് ഇനി വന്നാൽ മതി. ഒരു പ്രശ്നവും അറ്റ് പ്രസൻറ്റിൽ ആ ഹാർട്ടിനില്ല. കർത്താവ് അതിനെ തുറന്നു വിട്ടിരിക്കുന്നു. കരമടിച്ച് നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ,
എക്കോ കാർഡിയോഗ്രാഫി, കെ സ്ട്രീറ്റ്. പീഡിയാട്രിക്, oh, see, normal, no, oh, see that word. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്ത്. നമ്മുടെ യേശു ജീവിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നതിൻ്റെ തെളിവായി ഇന്ന് ഇവിടെ നിൽക്കുന്നേ. ഇനി പറ, ഈ യേശു ജീവിക്കുന്നുണ്ടോ? തീർച്ചയായും ജീവിക്കണം. ഈ 6 മാസം കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടി വരും, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞതാ. ഇപ്പോൾ 6 മാസത്തിനിടയ്ക്ക് ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് പ്രയറിന് വന്നു. കർത്താവ് അവൾക്ക് പുതിയ വാൽവ് നൽകി അവിടെ വെച്ച്. ഇവരുടെ അന്നത്തെ സീൻ അറിയാവുന്നവർക്ക് അറിയാം. എറണാകുളത്ത് വന്നവർക്കേ അറിയത്തുള്ളൂ അന്നത്തെ അവരുടെ അവസ്ഥ. ഓർക്കുന്നില്ലേ? ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇവർ ഈ വിഷയം പറഞ്ഞതായിരുന്നോ? അല്ല, ബ്രദർ വിളിച്ച് ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് അന്ന് നിങ്ങൾ ഇതുപോലുള്ള പ്രാർത്ഥന കൂടാൻ പോന്നേ. അതെ അതെ അതെ, കേൾക്കണം. അതാണ് ഏറ്റവും ഭയങ്കരം. ബർക്കിസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ആര് പറഞ്ഞിട്ടാ നിങ്ങൾ അവിടെ പ്രേയറിന് വന്നേ? അന്ന് ടിവിയിൽ കണ്ട്, ടെലിവിഷനിൽ കണ്ട് ബർക്കിസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിൻ്റെ നാമം വിളിക്കാനായിട്ട് വന്ന അന്നാണ് വിരൽ ചൂണ്ടി കർത്താവ് പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ വാൽവിന് പ്രശ്നമുണ്ട്, ഞാനതിനെ പുതിയതാക്കി സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതല്ല. അല്ല, ഒരിക്കലും അല്ല, ഞങ്ങൾ പറഞ്ഞതല്ല. ഞങ്ങൾ ഒന്നും വേണ്ടിയില്ല, വന്ന് അവിടെ നിന്ന് മനസ്സിൽ കർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബ്രദർ വിളിച്ച് ഞങ്ങളെ കർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ബ്രദറിൻ്റെ കരങ്ങളിലൂടെ ഞങ്ങൾക്ക് തന്നു. ബ്രദറില്ല, യേശു ഉള്ളു ഇവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെയ്തവൻ വെളിപ്പെടുകയാണ്. ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. ചെയ്തവൻ വെളിപ്പെടുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ മകളെ, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മതം മാറണമെന്നല്ല. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നാളെ വേറൊരു ആചാരത്തിൽ പോകണമെന്നല്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ രാജ്യം, ഈ ദൈവരാജ്യം, ഐഹികമല്ലാത്ത ആന്തരികമായ ഉള്ളിൽ വാഴുന്ന രാജാവായ യേശുവിൻ്റെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കത് അറിയുന്നില്ലേ ആ ഭരണം തുടങ്ങിയ കാര്യം വീട്ടില്? തീർച്ചയായും, തീർച്ചയായിട്ടും അവരുടെ ചരിത്രമേ യേശു മാറ്റിക്കഴിഞ്ഞു. സന്തോഷത്തോടെ പോ. ഇത് കാണിച്ച് ഒത്തിരി പേരുടെ നടുവിൽ പോയി സാക്ഷി അയക്കും. കാരം അടിച്ച് താങ്ക് യു. യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ കൃപ. ആണ്ടേ ആ ശരീരത്തിൽ നിന്ന് അടിയുന്നു. എന്നെ പിടിച്ചോ. അഴിഞ്ഞു പോകുന്നു. അത് രണ്ടുപേരും ഹോൾഡ് ചെയ്തോണം. രണ്ടുപേരും പിടിച്ചോ. അഴിഞ്ഞളകുക നമ്മളെ, അഴിഞ്ഞളകുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അസാധ്യങ്ങളെ യേശു അവിടുന്ന് കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് സംഭവിച്ചതിനായി നന്ദി. ഈ ശരീരത്തിൽ അതിനെ തടസ്സം നിന്നിരുന്നത് മുഴുവൻ ഇപ്പോൾ തന്നെ അഴിയട്ടെ. അതിപ്പോൾ തന്നെ അഴിയട്ടെ. അത് സംഭവിച്ചതിനായി നന്ദി. കാരണം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഇവളെ സകലത്തെ ശുദ്ധീകരിച്ചതിനായി നന്ദി യേശുവേ, നന്ദി. പൂർണ്ണമായും ഫ്രീ ആവട്ടെ. ഈ ശരീരത്തിൽ കർത്താവെ ഒരു കുഞ്ഞിനെ ധരിക്കുവാൻ വേണ്ട പൂർണ്ണമായ ബലവും കൊടുത്തതിനായി നന്ദി യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. പുറത്തു വാ. ഇവളുടെ തലമുറ അടച്ചു വെച്ച ആ ബന്ധനം പൊട്ടുകയാണ് ഇവിടെ. ഒരാളോട് പിടിച്ചോ. തെറിക്കും. പുറത്തു വാ. കംപ്ലീറ്റ്ലി ആ കുടുംബത്തിന് വിടുതലായി. വാ. എത്ര വർഷമായി കുഞ്ഞുങ്ങളില്ലേ? 18. ഇങ്ങോട്ട് വാ, പ്രാർത്ഥിക്കാം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് ബാധ ഒഴിയുന്നു.
അഴിയുവാത്, 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 അഴിയുവാത്. എത്ര വർഷമായി? എത്ര വർഷമായി? 2 പേരും കൈ കോർത്ത് പിടിച്ചു. 5 വർഷമോ 6 വർഷമായിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ആ ദുരാത്മാവ് വിട്ടുപോകുന്നു. സലിമ ഒന്ന് പ്രാർത്ഥിച്ച്, തലയിലോട്ട് ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്. ഇന്ന യേശുവിൻ്റെ നാമത്തിൽ ആ മകൾ ആ കുഞ്ഞിനെ സ്വീകരിക്കട്ടെ. ഓഫ് ഓഫ് മഹത്വം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, മഹത്വം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇറങ്ങി. എത്ര വർഷമായി മോളെ? 14. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നിങ്ങളുടെ വിടുതലായിരുന്നു കേട്ടോ, നിങ്ങളുടെ വിടുതലാ കേട്ടോ. ഓഫ്. പുതിയ യൂട്രസ് സൃഷ്ടിക്കപ്പെടട്ടെ. ഓ, ഫൈബ്രോയിഡുകൾ അപ്രത്യക്ഷമാവുന്നു. എന്നെ പിടിച്ചോണോ, എന്നെ പിടിച്ചോ. ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ ശരീരത്തിൽ. ഇറങ്ങിപ്പോ, 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 ഇറങ്ങിപ്പോ. പൂർണ്ണ വിടുതൽ സംഭവിക്കട്ടെ. എത്ര വർഷമായി മോനെ? 5 വർഷം. 5 വർഷം. നിന്റെ ബ്ലഡ് കൗണ്ടിനെ യേശു ഇപ്പോൾ സ്പർശിക്കാൻ പോകും. സൈമൺ ബ്രദറെ ഓടിവാ. ഇവൻ്റെ ബാല്യം മുതൽ ഇവൻ്റെ പുറകെ നടക്കുന്ന ഒരു അശുദ്ധാത്മാവ് ഇവൻ്റെ ശരീരത്തിലുണ്ട്. അതിപ്പോൾ ഇളകുക, നിങ്ങൾ കണ്ടോണം. Power of Jesus. ഓഹ്, അഴിയട്ടെ, അഴിയട്ടെ. ഇവൻ്റെ ബ്ലഡ് കൗണ്ട് ഇപ്പോൾ നോർമൽ. ചൂട് താഴട്ടെ. ഇൻ ജീസസ് നെയിം. സമ്പ്രദായ വലിയ വിടുതല. തലയിലൂടെ കൈവച്ചു. അത് വലിയ വിടുതല. തലയിൽ കൈവെക്കും മോനെ, തലയിൽ കൈവെക്ക. യേശുവിൻ്റെ നാമത്തിൽ ഇവൾക്കത് ലഭിക്കട്ടെ. ആ ബാധ ഒഴിഞ്ഞു പോകുന്നു. Get out in Jesus name. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മക്കളില്ലാത്ത ഇവരുടെ കണ്ണുനീര് തീരട്ടെ. സൈമ തലയോട് കൈവെക്കുമോനെ. തലയിൽ നിന്ന് ഒരു സാധനം ഇറങ്ങി വരാനുണ്ട്. എൻ്റെ തിരിപ്പുണ്ട് ഒരു ഭയത്തിൻ്റെ ആത്മാവ്. ഈ മകനെ ദണ്ഡിപ്പിച്ച് വെച്ചിരിക്കുന്ന പിശാച് ഇറങ്ങി വരികയാണ്. പുറത്തു വാ, പുറത്തു വാ, ഇവളെ വിട്ട് പുറത്തു വാ, പുറത്തു വാ. മനസ്സിലാ? തലയോട് കൈവച്ച് പുറത്തു വാ, പുറത്തു വാ. ആ കസേര മാറ്റിക്കോ, തെറിക്കും. അമ്മച്ചി അങ്ങോട്ട് നീങ്ങിയിരുന്നു, തെറിക്കും. അത് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ശരീരം വലിച്ചളയ്ക്കും, അത് പുറത്തു വരിക. സി 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 ആ പൈശാചിക ബാധ അഴിയുന്ന കണ്ടേ, അത് ഇളകി അഴിയുന്ന കണ്ടേ. ഇപ്പം കണ്ടോണം, ഈ ശരീരത്തെ ഇവിടെ ഇട്ട് കറക്കി അത് വിട്ടുപോകും. ഈ മകളിൽ നിന്ന് സ്വതന്ത്രയാവും. ഇനി അവൾ അപമാനം പേറുകയില്ല. പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടാ. ഉണ്ടോ, ഉണ്ടോ? See this? പൂർണ്ണ ശക്തിയോടെ വെളിപ്പെട്ടു വാ. പെട്ടെന്നാട്ടെ, പെട്ടെന്നാട്ടെ, പെട്ടെന്നാട്ടെ. ഈ ശരീരത്തിൽ നിനക്കിനി അധികാരമില്ല. ഇവൾ മക്കളെ ഓഫ്. സി എത്രയാ പിശാച് ആ ശരീരത്തെ മുടിക്കുന്നുവെന്ന് നോക്ക്. ഇറങ്ങിപ്പോ ഞാൻ കൽപ്പിക്കുന്നു. ഇറങ്ങ, ഇറങ്ങ. ഇവളുടെ ഉദരത്തിൽ നീ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിച്ചേ, അഴിച്ചേ, അഴിച്ചേ. കൈയെടുത്ത് അഴിച്ചേ. എടുക്ക, 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 എടുക്ക. ഉദരത്തിൽ നിന്നത് എടുത്തേ, എടുക്ക. സി വലിച്ചു പറിച്ചെടുത്തേ അവിടുന്ന്. എടുക്ക, എടുക്ക അവിടുന്ന്. കൈ വെച്ചാ പോരാ, എടുക്ക, എടുക്ക. അതിൻ്റെ അകത്തുനിന്ന് എടുക്ക. ഓഫ്. സീത ഇന്ന് ഇവളെ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രയാവട്ടെ. അവളെ സുബോധത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന അവളെ എഴുന്നേൽപ്പിച്ചു.
കരമടിച്ചെന്ന് യേശുനാഥന് മഹത്വം കൊടുത്തു. എന്നമ്മ പേര്? ജിഷ. 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 എന്നാ പേര്? ശ്രീനി. ശ്രീനിയും ജിഷയും. ശരി ശരി. മക്കളുമായിട്ട് സാക്ഷ്യം പറയാൻ വരും കേട്ടോ. കേട്ടോ, അലൻ എന്ന് പേരിടണം. അലൻ. മോന ആദ്യം. അലൻ. എന്നതാ? അലൻ. പൊക്കോ. വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു പറയും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, കുടുംബചിത്രത്തിൻ്റെ മേലെ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ റീജോയിൻ ആവട്ടെ. വീടുകൾ സ്വർഗമാവട്ടെ. വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വീടിനകത്തുനിന്ന് ആ കലഹത്തിൻ്റെ ആത്മാവ് ഇറങ്ങിപ്പോട്ടെ. ബെഡ്റൂമുകൾ സമാധാനത്തിൻ്റെ സ്ഥലമാവട്ടെ. വീടുകൾ ആനന്ദത്തിൻ്റെ ഇടമാകട്ടെ. ആ കുടുംബജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും ഇപ്പോൾ തന്നെ പൊട്ടി വീഴട്ടെ. ഈ സമയത്ത് ആ സമാധാനം കുടുംബങ്ങളിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ. അതിനായിട്ട് നന്ദി യേശുവേ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ.